ഇസ്രായേലുമായുള്ള വെടിനിർത്തൽ നിലവിൽ വന്ന് 6 മാസം തികയുന്ന സാഹചര്യത്തിൽ തങ്ങളുടെ ആഭ്യന്തര സുരക്ഷാ വിഭാഗത്തിന്റെ പക്കലുള്ള ആയിരക്കണക്കിന് ആയുധങ്ങൾ കൈമാറാൻ തയ്യാറാണെന്ന് ഹമാസ് ഒടുവിൽ അറിയിച്ചിരിക്കുന്നു. ഞായറാഴ്ചയാണ് ഹമാസ് വക്താക്കൾ ഇക്കാര്യം പറഞ്ഞത്. തങ്ങളുടെ പോലീസിന്റെയും ആഭ്യന്തര സുരക്ഷാ സേനയുടെയും പക്കലുള്ള ആയിരക്കണക്കിന് ഓട്ടോമാറ്റിക് റൈഫിളുകളും മറ്റ് ആയുധങ്ങളും വിട്ടുനൽകാൻ തങ്ങൾ തയ്യാറാണെന്ന് ഹമാസ് അറിയിച്ചിരിക്കുകയാണ്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നേതൃത്വത്തിലുള്ള ബോർഡ് ഓഫ് പീസ് എന്ന അന്താരാഷ്ട്ര സംഘടനയുടെ കീഴിൽ ഗസയുടെ ഭരണം നടത്താൻ രൂപീകരിച്ച ഫലസ്തീൻ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിക്കായിരിക്കും ഈ ആയുധങ്ങൾ കൈമാറാൻ തീരുമാനിച്ചിരിക്കുക. ആയുധങ്ങൾ വിട്ടുനൽകാൻ ഹമാസ് തയ്യാറാകുന്നത് ഇതാദ്യമായിട്ടാണ്. ഇത് ആ ഗ്രൂപ്പിന്റെ നിലപാടിലുണ്ടായ വലിയൊരു മാറ്റമായി കണക്കാക്കപ്പെടാം. എങ്കിലും ഹമാസിന്റെ ഈ ഒരു നീക്കം ഗസയുടെ പൂർണ്ണമായ നിരായുധീകരണം എന്ന ഇസ്രായേലിന്റെയും ട്രംപിന്റെയും പദ്ധതികളോട് പൂർണ്ണമായും യോജിക്കുന്നതല്ല എന്ന് വേണം പറയാൻ. ഹമാസിന്റെ സൈനിക വിഭാഗത്തിന്റെ പക്കലുള്ള വലിയ ആയുധശേഖരം, അതായത് ആന്റി ടാങ്ക് റോക്കറ്റുകൾ ഉൾപ്പെടെയുള്ളവ വിട്ടുനൽകുന്ന കാര്യത്തിൽ ഇതുവരെ വ്യക്തതയൊന്നും ലഭിച്ചിട്ടില്ല. ഇങ്ങനെ ഒരു തീരുമാനമായി എന്ന് മാത്രമേ കണക്കാക്കപ്പെടുന്നുള്ളൂ. എന്തായാലും ഗസയിൽ നിന്നുള്ള ഇസ്രായേൽ സൈന്യത്തിന്റെ പിന്മാറ്റത്തിനും പുനർനിർമ്മാണത്തിനുമായി ഹമാസ് എല്ലാ ആയുധങ്ങളും ഉപേക്ഷിക്കണമെന്ന് ബോർഡ് ഓഫ് പീസ് ആവശ്യപ്പെട്ടിരുന്നു. അതേസമയം ഗസയുടെ നിയന്ത്രണം പുതിയ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിക്ക് കൈമാറുന്നതിനുള്ള തയ്യാറെടുപ്പുകൾ ഹമാസ് പൂർത്തിയാക്കി കഴിഞ്ഞിട്ടുണ്ട്. പൊതുസേവനങ്ങളുടെ ഉത്തരവാദിത്തം കൈമാറാൻ തയ്യാറാണെങ്കിലും ഫലസ്തീൻ രാഷ്ട്രീയത്തിൽ സജീവമായി തുടരാനും ഇസ്രായേലിനെതിരായ പ്രതിരോധം തുടരാനും ഹമാസ് പദ്ധതിയിടുന്നുണ്ട്. നിലവിലെ ഹമാസ് ഭരണകൂടത്തിലെ പല ജീവനക്കാരെയും പുതിയ സംവിധാനത്തിൽ ഉൾപ്പെടുത്താൻ ബോർഡ് ഓഫ് പീസ് തയ്യാറായേക്കും. ഈ വിഷയത്തിലുള്ള ചർച്ചകൾ ഇപ്പോൾ കെയ്റോയിൽ നടക്കുകയാണ്. സാധാരണയായി വിദേശത്തുള്ള ഹമാസ് നേതാക്കളാണ് ഇത്തരം കാര്യങ്ങളിൽ സംസാരിക്കാറുള്ളതെങ്കിലും ഇത്തവണ ഗസയ്ക്കുള്ളിലുള്ള നേതാക്കളും തീരുമാനങ്ങളിൽ നിർണായക പങ്ക് വഹിക്കുന്നുണ്ട്. സമാധാന പദ്ധതി പൂർണ്ണമായും നിരസിക്കുന്നത് ഒഴിവാക്കാനാണ് ഹമാസ് ഇത്തരമൊരു നീക്കം നടത്തുന്നത്. അതേസമയം ഇസ്രായേൽ സൈന്യം തകർത്തെറിഞ്ഞ ഗസ സിറ്റിയിൽ വീണ്ടും ഹമാസ് ഭരണം ഏറ്റെടുത്തതായി റിപ്പോർട്ടുണ്ടായിരുന്നു. കനത്ത തിരിച്ചടി ഉണ്ടായതിനെ തുടർന്ന് 1 മാസം മുൻപ് ഇസ്രായേൽ സൈന്യത്തെ വൻതോതിൽ പിൻവലിച്ചു. ഈ ഒരു സാഹചര്യത്തിലായിരുന്നു ആ പ്രദേശങ്ങളിൽ തന്നെ ഹമാസ് അധികാരം പുനരാരംഭിച്ചത്. പോലീസ് ഉദ്യോഗസ്ഥരെയും മുനിസിപ്പൽ സർക്കാർ ജീവനക്കാരെയും വിന്യസിക്കുകയും ശമ്പളം വിതരണം ചെയ്യുകയും ചെയ്തതായിട്ട് റിപ്പോർട്ടുണ്ട്. ഇസ്രായേൽ മാധ്യമങ്ങളും അന്താരാഷ്ട്ര മാധ്യമങ്ങളും കഴിഞ്ഞ ആഴ്ച ഇക്കാര്യം സ്ഥിരീകരിച്ചിരുന്നു. ഒക്ടോബർ 7 തുഫാനുൽ അക്സയ്ക്ക് പിന്നാലെ വ്യോമകര യുദ്ധത്തിലൂടെ 4 ലക്ഷത്തിലേറെ പേരെ കൊന്നൊടുക്കുകയും ഗസയെ സമ്പൂർണ്ണമായി തകർത്തെറിയുകയും ചെയ്തിട്ടും ഹമാസ് വീണ്ടും ഭരണം കൈകാര്യം ചെയ്യുന്നുവെന്ന റിപ്പോർട്ട് നെതന്യാഹു സർക്കാരിന് കനത്ത തിരിച്ചടിയായിരുന്നു. അമേരിക്കൻ പിന്തുണയോടെ ഇസ്രായേൽ നടത്തിയ അതിമാരകമായ ആക്രമണങ്ങൾ കൊണ്ടും ഹമാസിനെ തുരത്താൻ സാധിച്ചിട്ടില്ല എന്നാണ് തെളിയിക്കുന്നത്. ഗസയിലെ ഏറ്റവും വലിയ നഗരമായ ഗസ സിറ്റിയിൽ തന്നെ ഇത്ര വേഗം ഭരണം കൈയാളി എന്നത് ഹമാസിന്റെ പ്രതിരോധത്തിന്റെ ശക്തിയെ തന്നെയാണ് വെളിപ്പെടുത്തുന്നത്.